മൈ ന്യൂ വീഡിയോ. ഒരു കാര്യം പറഞ്ഞാലോ, ജനനം എന്നുള്ളൊരു 3 അക്ഷരത്തിലും മരണം എന്നുള്ളൊരു 3 അക്ഷരത്തിലേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മളിൽ പലവരും, ഈ ഞാനടക്കമുള്ളവരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് മരണമാണ്. ഇപ്പോൾ സ്നേഹമാണെങ്കിൽ പോലും അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 100% സ്നേഹിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരു 5% കുറയ്ക്കുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് അത് ഉറപ്പായിട്ട് നമ്മളിലേക്ക് വരും എന്ന് പറയുന്നത് മരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മരണത്തിലേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മളിൽ പലവരും. ഈ ഈ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ തകർത്തെറിയുന്നുണ്ട്. എന്തിനാണ്? എന്ത് കിട്ടും? എന്ത് നേടും? നമ്മൾ ആ ഒരു ബന്ധം തകർത്തെറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല. അപ്പം വെറുതെ ഒരാളുടെ ലൈഫിലേക്ക് ചെന്ന് കയറി നമ്മൾ ഇടപെട്ട് ഒരുമാതിരി പ്രശ്നം ഉണ്ടാക്കാനും പോകരുത്. അതുപോലെ തന്നെ അവരവരുടെ ലൈഫ് ഇഷ്ടം പോലെ ജീവിക്കുന്നു, നമ്മുടെ ലൈഫ് ഇഷ്ടം പോലെ ജീവിക്കുന്നു. അങ്ങനെ ആയിരിക്കണം. വെറുതെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിലും പ്രശ്നമായി, അവർ തമ്മിലും വഴക്കായി. വെറുതെ എന്തിനാണ് ആ ഒരു കാര്യങ്ങൾ? ലൈഫ് ഈസ് വെരി ഷോർട്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജീവിതം വളരെ 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 ചെറുതാണ്. അതായത് ഒരു ബബിളിനെ പോലെയാണ് നമ്മുടെ ജീവിതം. തൊട്ടാൽ പൊട്ടും. അതായത് എപ്പോൾ വന്നെങ്കിലും കാലം വന്ന് വിളിച്ചുകൊണ്ട് പോകാം എന്നുള്ളൊരു റൂട്ടിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന ടൈം അത്രയും മാക്സിമം എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടും ചിരിച്ച് കളിച്ച് അടിപൊളിയായിട്ടൊരു ലൈഫ് നമുക്ക് പോകുമ്പോഴത്തേക്കും, അതായത് നമ്മൾ മരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ, എനിക്കറിയില്ല, ചിലപ്പോൾ നമ്മുടെ മെമ്മറീസ് മാത്രം. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞിരുന്നാലും നമ്മളെ പറ്റിയിട്ട് ആൾക്കാരെ ആലോചിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? അവർക്ക് നമ്മളിലുള്ള നല്ല മെമ്മറീസ് മാത്രം കൊടുത്തിട്ട് പോകണമെന്നായിരിക്കണം നമ്മുടെ മോട്ടീവ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.